കണ്ണ് തെറ്റിയാൽ കുട്ടി കല്ല് വാരി തിന്നെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു 16 വയസ്സുകാരിയുടെ ഉമ്മ ക്ലിനിക്കിൽ വന്നത്. ഇതുപോലെയുള്ള കുട്ടികൾ നമുക്ക് ചുറ്റിലുണ്ട്. കല്ല്, മണ്ണ്, പേപ്പർ, സോപ്പ്, പെയിൻറ്റ്, ക്രയോൺസ് ഒക്കെ വാരി തിന്നുന്നത്. മുതിർന്ന ആൾക്കാരാണെങ്കിൽ അരിപ്പൊടി. ഇതിനെയാണ് നമ്മൾ പൈക്ക എന്ന് പറയുക. പേര് കേട്ട് പേടിക്കേണ്ട. ഭക്ഷണമല്ലാത്ത പദാർത്ഥങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് തോന്നുന്ന അവസ്ഥയാണ് പൈക്ക എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ രക്തത്തിൽ അയണിൻ്റെ അളവ് കുറവാണെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ അയണിൻ്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവ്, സിങ്കിൻ്റെ അളവ് കുറവ്, അതല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അടിച്ചത് കൊണ്ടോ വഴക്ക് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല, കാരണം അറിഞ്ഞ് ചികിത്സിക്കണം. ഇപ്പോൾ വിരശല്യമാണെങ്കിൽ വിരശല്യത്തിൻ്റെ മരുന്ന് കൊടുക്കണം. രക്തത്തിൽ എന്തെങ്കിലും അളവ് കുറവാണെങ്കിൽ ഇപ്പോൾ അയൺ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതല്ല മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് അവഗണിക്കാനും പറ്റില്ല. കാരണം ഇതുപോലെയുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ പല്ല് കേടുവരും, വായിൽ പുണ്ണ് വരും, ദഹനക്കേട് വരും, വയറിളക്കം, മലബന്ധമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പെയിൻറ്റിലൊക്കെ ലെഡിൻ്റെ അളവ് കൂടുതലാണ്. നിരന്തരമായിട്ട് നമ്മൾ പെയിൻറ്റ് വായിൽ അകത്താക്കുമ്പോൾ ലെഡ് പോയ്സൺ വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരണം അറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.